ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലവ് ബേഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ലവ് ബേഡ്സ്. എനിക്കിപ്പോൾ 4 ലവ് ബേഡ്സ് ഉണ്ട്, 2 ജോഡി ലവ് ബേഡ്സ്. ഇപ്പോൾ ഒരു ജോഡിയിൽ ഒരു പെൺകിളി അടയിരിക്കുവാണ്. പിന്നെ ഈ വെള്ളക്കിളി ഇത്തിരി പ്രായം കുറഞ്ഞതാണ്, ബാക്കി എല്ലാവരെല്ലാവരും നല്ല പ്രായമായതാണ്. എൻ്റെ ഹൈറ്റൊക്കെ കൂടൊന്നുമല്ല, അതായത് അത്ര വലിയ കൂടൊന്നുമല്ല. ഇതെൻ്റെ അച്ഛൻ്റെ കൂട്ടുകാർ നിർമ്മിച്ചു കൊടുത്ത കൂടാണ്. പിന്നെ ഇവർക്ക് ഞാൻ തിനയാണ് കൊടുക്കുന്നത്, തിനയും വെള്ളവും കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ തുളസി ഇലയായിട്ടല്ല, നമ്മൾ വലിയ കമ്പുകളായിട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. പനിക്കൂർക്കയുടെ ഇലയും കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടകൻ്റെ ഇലയൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാനിതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ അടയിരിക്കുന്ന കിളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്, മൊത്തം ഒരു നെറ്റ് പോലത്തെ കൂടാണ്. കാണാമോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാമോ നോക്കി, ഒരു കിളി അവിടെ ഇരിക്കുന്ന കണ്ടോ, മുട്ടയും കാണാം. കണ്ടോ, അത് ആൺകിളിയാണ്. തുളസിയില എടുക്കുന്നത്. ഈ മഞ്ഞയും ആൺകിളിയാണ്. ബാക്കി വെള്ളക്കിളി ഞാൻ കാണിച്ചു തരാമേ. വെള്ളക്കിളി കണ്ടോ, വെള്ളക്കിളിയും ആൺകിളിയാണ്, പെൺകിളിയാണ്. വെള്ളക്കിളി പെൺകിളി കേട്ടോ, സോറി. അവിടെ ഇരിക്കുന്ന കിളിയും പെൺകിളി. അങ്ങനെ രാത്രി ഞങ്ങളൊരു തുണി, ഈ തുണി കണ്ടല്ലോ, ഒരു ഡാർക്ക് തുണിയുണ്ട്, അപ്പോൾ ആ തുണി കൊണ്ടൊന്ന് മൂടി കൊടുക്കാറുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഇച്ചിരി പൂച്ച ശല്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് കയറാതിരിക്കാൻ ഞങ്ങളിവിടെ മറയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്നരാടം പേപ്പർ മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പം മരിച്ചു പോയിട്ട് ഇപ്പോൾ 1 വർഷം ആകുന്നേ ഉള്ളൂ. ഫെബ്രുവരി 8-ാം തീയതിയാണ് അപ്പൂപ്പൻ്റെ ആണ്ട്. അപ്പം എൻ്റെ അനിയൻ അമ്മയുടെ വീട്ടിലാണ്. എൻ്റെ അച്ഛൻ തീപ്പെട്ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ തയ്യലാണ് വീട്ടിൽ ഇരുന്ന്. എനിക്കിപ്പം 12.5 വയസ്സുണ്ട്. ഞാൻ ഇപ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം ഞാൻ ഇതുവരെ സ്വയം പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എൻ്റെ അനിയൻ 4 വയസ്സുണ്ട്, അവൻ അംഗനവാടിയിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം.